മുഹമ്മദ് റിയാസിനെ പിന്തുണക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പരിവേഷം. ഇത് രണ്ടുമാണല്ലോ വേണം. പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സുപ്രധാന വിഷയമാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഇന്ന് പലരും വ്യായാമ രംഗത്തുണ്ട്. എന്നാൽ ഇവർ ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നതിൽ നിയന്ത്രണം വേണം എന്ന ഒരു നിലപാട് കാന്തപുരം വിഭാഗം സമസ്ത മുഷാവറ വ്യക്തമാക്കുകയാണ്. വ്യത്യസ്തമായി വ്യായാമം ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അവരുടെ നിലപാട്. സ്വാഭാവികമായും ഇന്ന് മാറുന്നൊരു സാഹചര്യത്തിൽ ഇത് എങ്ങനെ പ്രായോഗികമായി കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യം എല്ലാവരിലും ഉയരുകയാണ്. പൊതുവേദിയും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. നമുക്ക് ഒരു കാര്യം അറിയാം, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയൊക്കെ വളരെ വൈകാരികമായ ആളുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന സംഘടനകളാണ്. സ്വാഭാവികമായും ഈ പ്രതികരണങ്ങളും ആ നിലവാരത്തിൽ തന്നെ ആയിരിക്കണം എന്നുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ വ്യക്തമാക്കുകയാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ മൊയ്തീൻ കുഞ്ഞ് നമുക്കൊപ്പം ചേരുന്നത് കായംകുളത്തു നിന്നാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ സുന്നി വിഭാഗങ്ങൾക്കാണ് ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം ഉസ്താദ് നൽകിയിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായി ഇത് എങ്ങനെയാണ് കാണുന്നത്? ഇത് ഒരുമിച്ച് ആളുകൾ ഇപ്പോൾ വ്യായാമം ചെയ്യുന്നത് നമുക്ക് ധാരാളം കാണാൻ കഴിയും. നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റ് വ്യായാമങ്ങൾ ചെയ്യുന്നു. ഇത് എത്ര കണ്ട് നിയന്ത്രണം സാധ്യമാകും എന്നാണ് ശ്രീ മൊയ്തീൻ കുഞ്ഞ് കരുതുന്നത്? നമസ്കാരം മനു. നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇന്ന് 2 മണിയായപ്പം മനുവിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ കാര്യത്തെ പറ്റി. അത് എവിടെ നിന്നായിരുന്നു റിപ്പോർട്ട് ചെയ്തത്? അതെ അതെ അതെ. അത് ശരി. അപ്പൊ ഇനി വിഷയത്തിലോട്ട് വരാം. എന്തായിരുന്നാലും അത് വെടിനിർത്തൽ തീർന്നു. യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. അവസാനിച്ച്. അതെ. അപ്പം ഇനി ഈ വിഷയത്തിലോട്ട് വരാം. ഒരു കാരണവശാലും ഇതിനോട് എനിക്ക് യോജിക്കാൻ ഒക്കത്തില്ല. മതവും വ്യായാമവും ആയിട്ട് കൂട്ടിപ്പിരട്ടാൻ പാടില്ല. അതുപോലെ തന്നെ വ്യായാമവും രാഷ്ട്രീയവുമായിട്ട് കൂട്ടിപ്പിരട്ടാൻ പാടില്ല. ഇന്നലെ നിങ്ങളെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഞാനത് കണ്ടതാ. വ്യായാമം ചെയ്യുന്നവർ അവരുടെ ഇഷ്ടത്തോടെ അവർക്ക് താല്പര്യമുള്ള തരത്തിൽ ചെയ്യട്ടെ എന്നാണ്. അവരോട് മതനിയന്ത്രണങ്ങൾ അതിൽ വേണ്ട എന്നാണ് അവരവരുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന വ്യായാമമാണ്. അതിന് അവിടെ ജാതിയും മതവും വ്യായാമമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട ഒരു കാര്യവുമില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് സന്തോഷ് വിളിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. ശ്രീ സന്തോഷ്, ഇത് സ്വാഭാവികമായും മതപരമായി ഇപ്പം എല്ലാ മതങ്ങൾക്കും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അത് കാലാനുസരണം ചില മാറ്റങ്ങൾ പലരും അനുവദിക്കാറുണ്ട്. ചിലത് നമ്മൾ മാറാൻ പറ്റില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട മതനേതൃത്വം വ്യക്തമാക്കാറുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ നമ്മളെല്ലാം വ്യായാമം ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് ഇതിനെ സന്തോഷം കാണുന്നത്? ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് എന്ന് വെച്ചാൽ 50% വനിതകള് പിന്നെ ഓരോ രംഗത്തേക്കും പിന്നെ മത്സരിച്ച് വരുന്ന സമയത്ത് ഇതൊന്നും യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല. കാരണം പിന്നെ ഇപ്പൊ ഓരോ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ആ വനിതനെ വിടുന്നില്ല, ആ വനിതനെ വിടാതെ പൊതുസമൂഹത്തിൽ അതിന്റെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓരോരാളെ സൗകര്യം അത് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം സാറേ, ഇപ്പൊ കഴിഞ്ഞ ഞാൻ കുറച്ച് ദിവസമായി വിളിക്കാൻ പറ്റുന്നില്ല, പിന്നെ കോള് എടുക്കുന്നില്ല. പിന്നെ ഒന്ന് രണ്ടാമത് ബിസിയാണ്, 1 മണിക്കൂർ ആക്കിയിട്ടും ബിസിയാണ്. അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പിന്നെ നമ്മളെ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിൽ അത് പറഞ്ഞ ഇന്നലെ എല്ലാരും പറഞ്ഞ അത് പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ സ്ഥിതിക്ക് ഇന്നലെ നമ്മളെ കൂത്താട്ടുകുളത്ത് ഒരു വനിതാ മെമ്പറെ ചെയ്തത് കാണണമായിരുന്നു. ഈ പറഞ്ഞവരടക്കം ഉണ്ടാവും അതില്. അവരെ വസ്ത്രാക്ഷേപം വരെ നടത്തി. അതെ, അതൊരു വലിയ വിഷയമാണ്. നമ്മളത് വാർത്തയും ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അത് സംബന്ധിച്ചൊരു ചർച്ചയും വൈകുന്നേരം നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തക പ്രധാനപ്പെട്ട അപർണ കുറുപ്പ് അത് സംബന്ധിച്ചൊരു ചർച്ചയും നടത്തുന്നുണ്ട്. അത് ചർച്ച ചെയ്യണം സാറേ. കാരണം വനിതകൾക്കെതിരെ ശക്തമായി അവർക്കെതിരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് വനിതാ മെമ്പറെ കാല് വെട്ടു എന്ന് വരെ പറഞ്ഞിട്ട് അവരെ കൊണ്ടുവയ്ക്കുന്നത്. വ്യക്തമാണ്. ഏതായാലും അത് കൃത്യമാണ്. നമുക്ക് ആ വിഷയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
മുഹമ്മദ് മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ നമുക്കപ്പോൾ യൂട്യൂബിൽ ചേർന്നിരിക്കുന്നു. അദ്ദേഹം കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു. തൻ്റെ പിന്തുണ കാന്തപുരം ഉസ്താദിനാണ് എന്ന് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി വ്യക്തമാക്കുകയും ചെയ്യുന്നു. തേൻപൂവ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നത് ഹമാസ് ജയിച്ചു, ഗാസ ജയിച്ചു, പാലസ്തീൻ ജയിച്ചു എന്നാണ്. അപ്പോൾ ഹമാസിൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഇസ്രായേൽ മുട്ടുമടക്കി എന്ന് തേൻപൂവ് പറയുന്നു. ഏതായാലും അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ സമാധാനം വരുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. കാരണം അവിടെ യുദ്ധം കഴിഞ്ഞ 15 മാസങ്ങളായി നടന്ന യുദ്ധം കൊന്നൊടുക്കിയത് 46,000-ലധികം മനുഷ്യരെയാണ്. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ദിവാകരൻ ചേരുന്നത് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, കേൾക്കാമോ? നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ ഈ വ്യായാമം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് നമ്മള് നല്ല സമയത്ത് കണ്ടും കേട്ടെല്ലാം വാരി തിന്ന് അത് തിന്ന് സ്മോക്കിങ് ഡ്രിങ്കിങ് ശരീരം നോക്കാണ്ടല്ല പല കളിയും കളിച്ച് അവസാന ഘട്ടത്തിൽ അപ്സെറ്റ് ആകുമ്പോ വ്യായാമം ചെയ്യുന്നത്. അതിൽ ജാതിയും മതവും ഒന്നുമില്ല. പിന്നെ ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യം സംരക്ഷിക്കാൻ വ്യായാമം വളരെ ബെറ്ററാ. പിന്നെ പക്ഷെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നല്ല സമയത്ത് പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളോ വലിയ അറിവുള്ള കുറച്ചും കൂടി അറിവുള്ള കൂട്ടരോട് പറഞ്ഞു കൊടുക്കണം. അതും ഇതും എല്ലാം വാരി തിന്ന് ഇത് ശരീരല്ലേ, ശരീരം ശ്രദ്ധിക്കണ്ടേ. കൊഴുപ്പുള്ളെല്ലാം കുറെ തിന്ന് ഒരേ ഇരുന്ന് അവസാന ഘട്ടം പല രോഗങ്ങളും പിടിപെടുമ്പോൾ വ്യായാമം ചെയ്യുന്നു. വ്യായാമം നല്ലതാ. ഓൾവേസ് വാക്കിംഗ് ഇൻക്രീസ് ഹെൽത്ത്. ശരീരം നല്ല ഇതാകുമ്പം വ്യായാമം ചെയ്യുന്നതും അതിനോടൊപ്പം മെഡിസിനും നല്ല ഭക്ഷണം പിന്നെ നല്ല പാട്ട് നല്ല പിന്നെ കംഫർട്ടബിൾ റിഫ്രഷിംഗ് കൂളാകും. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അബ്ദുൽ ഖാദർ എന്നൊരു പ്രേക്ഷകൻ നമുക്ക് യൂട്യൂബിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരിയാണെന്ന് അബ്ദുൽ ഖാദറും വ്യക്തമാക്കുന്നു. നേരത്തെ മുഹമ്മദും അത് അവരുടെ പിന്തുണ അറിയിച്ചു. ഡിബിൻ ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഡിബിൻ, ഈ ഒരു മാറുന്ന സാഹചര്യത്തിൽ പല ആളുകളും ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെടുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് പൊതുരംഗത്തിറങ്ങി വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ആവശ്യകതയും ഒപ്പം സ്വാഭാവികമായ ആളുകളൊക്കെ അവരുടെ മത താല്പര്യങ്ങളും ഒക്കെ പരിഗണിച്ചൊക്കെയാണ് നമ്മൾ പലരും ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് പോകാൻ കഴിയുമോ, അതോ ഇതൊക്കെ ഒരു തമ്മിൽ ചേരാത്ത തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമോ? തീർച്ചയായിട്ടും ഒരു മതേതര രാജ്യം എന്നുള്ള നിലയിൽ മതം സ്റ്റേറ്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായമല്ലേ നമുക്ക് സാധാരണ പറയാൻ കഴിയുക, പ്രോഗ്രസീവായിട്ട് പറയുമ്പോൾ. പിന്നെ 93 വയസ്സുള്ള ഒരു വൃദ്ധനാണ് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇപ്പൊ കേരളത്തിലെ സമസ്തയാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രിവിലേജ് ഉള്ള മുസ്ലിങ്ങളുടെ ഒരു സംഘടന എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളോ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇനി മറ്റേതെങ്കിലും സംഘടനകളായാലും ഈ വോട്ട് ബാങ്കിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇത് മതത്തിന് വിരുദ്ധമാകുമോ എന്ന് പേടിച്ചിട്ടാണ് മിണ്ടാത്തത്. ഇങ്ങനൊരു കാര്യത്തിൽ ഈ സ്ത്രീകൾ എങ്ങനെ പെരുമാറണം, സ്ത്രീകൾ ഏത് വഴി കൂടെ നടക്കണം, സ്ത്രീകൾ കല്യാണ വീട്ടിൽ എങ്ങനെ പോകണം, മരണ വീട്ടിൽ എങ്ങനെ പോകണം, സ്ത്രീകളുടെ ശരീരത്തിൽ രോമം മറയ്ക്കാൻ പറ്റുമോ, തല മറയ്ക്കാൻ പറ്റുമോ, കാല് മറയ്ക്കാൻ പറ്റുമോ, സ്ത്രീകളെ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 100 കണക്കിന് യൂട്യൂബ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും സ്ത്രീകളെ മര്യാദ പഠിപ്പിക്കുന്ന. പക്ഷെ പുരുഷന്മാരുടെ സന്മാർഗ രീതികളെ കുറിച്ച്, പുരുഷന്മാര് സ്വർണം കടത്താൻ പാടുണ്ടോ, പുരുഷന്മാര് മയക്കുമരുന്ന് കഴിക്കാമോ, പുരുഷന്മാര് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷൗക്കത്ത് അലി VP പറയുന്നത് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് തടയാനാണ് ഈ ഒരു പ്രസ്താവന ഉസ്താദ് നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരണം എന്നാണ് ഷൗക്കത്ത് അലി VPയുടെ ഒരു നിലപാട്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ ജലീൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ ജലീൽ. സാർ, ഞാൻ മഞ്ചേരി. ഞാൻ ചോദിക്കുന്നത് ശ്രീ ജലീൽ, ഇപ്പോൾ നമുക്ക് പലരും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണ്, വ്യായാമം ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ അതിൽ എന്ത് ശ്രദ്ധിക്കണം എന്ന കാര്യത്തിൽ പലപ്പോഴും അവരെ ശ്രമിക്കുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന മത നേതാക്കൾക്ക് അഭിപ്രായം പറയാം. അവർ അത് പാലിക്കുകയോ ഇല്ലയോ എന്നൊക്കെ അത് ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് പ്രായോഗികമാണോ? ആളുകൾക്ക് ഇങ്ങനെ നമ്മൾ മാറി നിന്ന് വ്യായാമം ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ നമുക്ക്? സാറേ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന അയാളുടെ വ്യക്തിപരമായും യഥാർത്ഥ പ്രസ്ഥാനമായിട്ട് 100% വിയോജിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആദർശപരമായിട്ടും വിയോജിപ്പുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ മുസ്ലിം സമുദായത്തിലെ മുഴുവൻ സംഘടനകളും പറയണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം സ്ത്രീകളും പുരുഷനും ഇടകലർന്നുള്ള വ്യായാമം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇതിൽ അഭിപ്രായം പറഞ്ഞ ആളുകളെല്ലാം പുരുഷന്മാരാണ്. പുരുഷൻ ഒരു സ്ത്രീയെ കണ്ടാൽ തന്നെ ശരീരത്തിന്റെ ഭാഗം
നിങ്ങളെ കണ്ടാൽ പുരുഷന് വികാരം ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് ആ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുമിച്ച് നിന്നിട്ടുള്ള വ്യായാമം ചെയ്യുന്നത് ഒരു നിലക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇതിലിപ്പോ മറ്റുള്ള മതത്തിലുള്ള ആളുകൾ വികാരങ്ങളുടെ ആവശ്യമില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ മുസ്ലിങ്ങളോട് മാത്രമാണ് ഇസ്ലാമിക ചിട്ടയോട് ജീവിക്കുന്ന ആളുകളോട് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ബാധകം. മറ്റുള്ള മതങ്ങൾക്കോ മറ്റുള്ള നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ സംസ്ഥാനത്തിനെ ബാധിക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തെ കേൾക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം അനുസരിക്കാനാണ് അദ്ദേഹം പറയുന്നത്. അത്രേ ഉള്ളൂ. അതൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇസ്ലാമിക ചിട്ടയോടെ ജീവിക്കുന്ന പുരുഷന്മാരെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചുമാണ് കാന്തപുരം പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100% ആ നിലപാട് മുഴുവൻ മുസ്ലിം സംഘടനകളും പറയണം, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനങ്ങളും മറ്റുള്ള EK വിഭാഗം സമസ്തയും പറയണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ തന്നെ ഇത് നടത്തുന്നത് പ്രത്യേകിച്ച് ഞങ്ങളെ മലബാർ മേഖലയിലാണ് നടക്കുന്നത്. ഇവിടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ്. അപ്പൊ വ്യായാമം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പ്രവാസികൾ, ഗൾഫിൽ നിന്ന് ലീവിന് വന്ന ആളുകൾ, അതുപോലെ തന്നെ എക്സ് ഗൾഫുകാര്, അതുപോലെ കുറച്ച് ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, ഇവരതിന്റെ പിന്നില്. അല്ല, ഇപ്പം ഞാൻ ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ജോലി സ്ഥലത്ത് പലപ്പോഴും സ്ത്രീ പുരുഷന്മാരൊക്കെ ഉണ്ട്. അതിൽ ചില ജോലികൾ വ്യായാമ തരത്തിലുള്ള ജോലികൾ, എന്താ കെട്ടുപണിയോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മറ്റു പല പണികളുണ്ട് വ്യായാമം ഉൾപ്പെടുന്നൊരു. അപ്പൊ അങ്ങനെയുള്ളതിലേക്കും ഇത് പതുക്കെ വരില്ലേ? ജോലിയല്ല സാർ, അത് നമ്മൾ ശരീരത്തെ പ്രത്യേകിച്ച് ഡ്രസ് ഇട്ടിട്ട് സ്ത്രീകളും പുരുഷനും, എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ലല്ലോ. നമുക്ക് പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ ഏതൊക്കെ ബലഭാഗങ്ങളും ഇത് പ്രത്യേകിച്ച് എടുത്തു കാണിക്കും. അപ്പൊ പുരുഷന്മാരെ തെറ്റായ ഒരു വഴിയിലേക്ക് നയിക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒന്നാണ്. രണ്ടായി വ്യായാമം ചെയ്തോട്ടെ എന്നാണ് താങ്കൾ. രണ്ടായി ചെയ്തോട്ടെ, സ്ത്രീകളായിട്ട് ഒരു ഇതായി ചെയ്തോട്ടെ, പുരുഷന്മാർ വേറെ ചെയ്തോട്ടെ. അതാണ് നമ്മുടെ മതത്തിന് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ ഇത് എല്ലാവർക്കും അറിയല്ലോ, ഏറ്റവും നന്നാവുക എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ വ്യക്തമാണ് KC ജലീൽ പറയുന്നത്. ഇത് ഉസ്താദിന് ഇഷ്ടമുള്ളവരുടെ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞാണ്. അവർ മാത്രം കേട്ടാൽ മതി, മറ്റുള്ള ആളുകൾക്ക് അത് പൊതു തരത്തിൽ എന്തും ചെയ്യാം എന്ന് പറയും. നേർച്ചകളിൽ ജാറുകളിലും ഇത് ബാധകമല്ല എന്ന് ഷൗക്കത്ത് അലി പറയുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. സുരേഷ് ബാബുവും ഒരു പ്രതികരണവുമായി വരുന്നുണ്ട്, ഞാൻ അത് വായിക്കാം. ഏതായാലും അടുത്ത പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ബിനോയാണ്. ശ്രീ ബിനോയ്, എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇത് ഇപ്പോൾ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ധാരാളം വരുന്നു, അവർ പടക്കപ്പലുകൾ നയിക്കുന്നു, യുദ്ധവിമാനങ്ങൾ നയിക്കുന്നു. സ്വാഭാവികമായും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് സ്ത്രീകൾ ഇപ്പോൾ വലിയ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു, അവർ പല പല പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് വരുന്നു. അപ്പോൾ അവരൊക്കെ ഇത് ഭയക്കാൻ ഇടയാകുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അവരൊന്നും ഭയക്കാനിടയാകണ്ട. ഈ വ്യായാമം ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു മത നേതാക്കളും ഇടപെടേണ്ട ആവശ്യമില്ല. ഇവിടെ പുരുഷനും സ്ത്രീയും തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഇഷ്ടമുള്ളവരുമായിട്ടും അവരെ വ്യായാമം ചെയ്യുകയോ ഓടുകയോ നടക്കുകയോ എന്തോ ചെയ്യട്ടെ. ഇപ്പൊ ഇതിനു മുമ്പ് ഒരു പ്രേക്ഷകൻ പറയുന്ന കണക്ക് വികാരം എല്ലാവർക്കും ഏത് സമയവും എപ്പോഴും വരാം. അത് ഡ്രസ് ഇട്ടാലും വരാം, ഇട്ടില്ലെങ്കിലും വരാം. നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മളാണ്. അത് ആത്മീയ നേതാക്കളല്ല പറയേണ്ടത്. നമ്മളുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ പുരുഷനും ഒരു സ്ത്രീയും നിന്ന് എക്സസൈസ് വ്യായാമം ചെയ്തെന്ന് പറഞ്ഞ് അതിനകത്ത് ലോകമൊന്നും ഇടിഞ്ഞു വീഴുകയോ അതല്ലാതെ അദ്ദേഹം ഇസ്ലാം അല്ലാതാവുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ മനസ്സിന് സ്വയം കൺട്രോൾ ചെയ്ത് നിൽക്കുക. വ്യക്തമാണ് താങ്കളുടെ. അല്ല, ഞാൻ പറയട്ടെ, പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് എനിക്ക് ഞാൻ പറയട്ടെ. അല്ല, ഇപ്പോൾ ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയേണ്ട അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ കാര്യം അദ്ദേഹവുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഞാനൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ എന്റെ കാര്യം എങ്ങനെ നിയന്ത്രിക്കണം, ഞാൻ എങ്ങനെ പോകണം, എന്റെ വീട്ടുകാരെങ്ങനെ പോകണം, എന്റെ സഹപ്രവർത്തകർ എങ്ങനെ വ്യായാമം ചെയ്യണമെന്ന് ഓരോരുത്തരും. എന്റെ കൂടെ 10 കൂട്ടുകാരികൾ വ്യായാമം ചെയ്യും. അതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ലിംഗവ്യത്യാസം ഇല്ലാതെ നമ്മളെല്ലാവരും ഒന്നായി സഹകരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണിത്. ലിംഗവ്യത്യാസം ഇല്ല, അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും ഇതുപോലെയുള്ള പറയുമ്പോൾ അതിന് എനിക്ക് യോജിക്കുവാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അതേ സമുദായത്തിൽപ്പെട്ട ആളാണ്, പക്ഷെ അതിനോട് യോജിക്കുവാൻ കഴിയില്ല. അതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അബീഷ് പറയുന്നത് ഇന്നലെ ഉമ്മയെ വെട്ടിക്കൊന്നത് മകൻ ആണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ, ലഹരിയിൽ ഒക്കെ ഉപയോഗിക്കുന്നവരെ പുറത്താക്കുമെന്ന് മതനേതാക്കൾ പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം
കൊടുക്കേണ്ടതല്ലേ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ഒരുപക്ഷെ ഇങ്ങനെ പറയുമ്പോൾ വിവാദമാകാത്തതുകൊണ്ട് ചിലപ്പോൾ ചർച്ചയാകാത്തതായിരിക്കാം. സ്വാഭാവികമായും ഇതിനൊക്കെ എതിരെയാണ് ഉസ്താദിനെ പോലുള്ളവർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആകാനേ വഴിയുള്ളൂ. ജയകുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. മതത്തിൻ്റെ വഴിക്കും വ്യായാമത്തിൻ്റെ വഴിക്കും പോകട്ടെ എന്ന് ജയകുമാർ പറയുന്നു. ഇന്നലെ സഖാക്കന്മാർ ഒരു വനിതാ മെമ്പറെ വലിച്ചഴിച്ച് വസ്ത്രം കീറിയ സംഭവം പൊതുവേദിയിലും ചർച്ച ചെയ്യാൻ നോക്കണം. ബോച്ചയെ അറസ്റ്റ് ചെയ്തത് അത് നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം. അത് ഇന്ന് നമ്മുടെ ഒരു ചർച്ചയായി തന്നെ നമ്മളത് നടത്തുന്നുണ്ട്. 7 മണിക്ക് ശ്രീ ജയകുമാർ കാണണം. അപർണക്കുറുപ്പ് ഒരു വലിയ ചർച്ച അത് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. അബ്ദുൽ സലാം സമദ് പറയുന്നത് പുതിയങ്ങാടി നേർച്ചയിൽ പോയാൽ ആണേതാ പെണ്ണേതാ എന്ന് അറിയാൻ കഴിയില്ല. അത് എന്താണ് അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. തിരക്കുകൊണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ വസ്ത്രധാരണം കൊണ്ടോ എന്താണ് അദ്ദേഹം അങ്ങനെ ഒന്ന് പറയുന്നില്ല. ഷാജി ഭാസ്കരൻ പറയുന്നത് വിഷയം തിരഞ്ഞെടുക്കാൻ ന്യൂസ് 18 അവകാശമുണ്ട്. എന്നാൽ എത്രത്തോളം വിഷയം പ്രാധാന്യമുള്ളതാണെന്ന് നിശ്ചയിക്കാൻ പ്രേക്ഷകർക്ക് അവകാശമുണ്ട്. ഈ വിഷയം അത്രയും പ്രാധാന്യം ഉള്ളതാണോ എന്നാണ് ഷാജി ഭാസ്കരൻ ചോദിക്കുന്നത്. ഷാജി ഭാസ്കരൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇന്ന് ഈ വിഷയം ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇത് ഷാജി ഭാസ്കരൻ, ഞാൻ ഇന്ന് ഇതിൻ്റെ വ്യൂവർ ഇതെടുത്ത് നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഇന്നലെ ചർച്ച ചെയ്തതിനേക്കാൾ വിഷയം കൂടുതൽ ആളുകൾ ഇത് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു വലിയ വിഭാഗത്തിൻ്റെ ഒരു വിഷയം ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് അങ്ങനെ മോശം വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വായിക്കുന്നവരുടെയും ഇത് കാണുന്നവരുടെയും ഒക്കെ എണ്ണം യൂട്യൂബിലും ഒക്കെ ഞാൻ നോക്കുമ്പോൾ വളരെ വളരെ കൂടുതലാണ്. അതാണ് നാസർ അല്ലേ? നസീർ. ഹലോ, നസീർ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹലോ. യെസ് നസീർ. ശ്രീ നസീറിന് എന്തു തോന്നുന്നു? ശ്രീ നസീർ, നമ്മള് എന്റെ പേര് കുമ്മിൾ നസീർ എന്നാണ്. കുമ്മിൾ നസീർ. കുമ്മിൾ നസീർ. സാഹിത്യ രംഗവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അല്ലേ? ഒരു എഴുത്തുകാരനും അധ്യാപനം. തീർച്ചയായും എനിക്ക് ഇവിടെ പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ആരാ ഈ കാന്തപുരം? അല്ല, നമ്മൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും പാടില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വിഭാഗത്തിന്റെ നേതാവാണ്. നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കണം. അദ്ദേഹത്തിന് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കരുത്. അല്ല, ഞാൻ പറയുന്നത് അപകീർത്തിപ്പെടുത്തരുത്. അല്ല സർ, അതല്ല. ഒരു സമുദായത്തിന്റെ എല്ലാ ആൾക്കാരുടെയും ഒരു വക്താവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമുക്കറിയാലോ, ഇസ്ലാം മതത്തിന്റെ ഉത്ഭവം സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യയില് മതപ്രചാരണത്തിന് പോയി ജയിലിൽ കിടന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചേകണ്ടൂർ മൗലയുടെ കാര്യമൊക്കെ പറയേണ്ടി വരും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം പറയട്ടെ, ഈ വ്യായാമം ചെയ്യുക എന്നുള്ളത് ഇപ്പൊ ഓരോരുത്തരുടെയും ഇഷ്ടമായ കാര്യമാണത്. സ്വതന്ത്രമായ രീതിയിൽ ചെയ്യാം. ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ശരിയല്ലേ സാറേ? ഞാൻ മറ്റൊരുത്തിൽ പറയുന്നതല്ല. ഒരു വ്യക്തി, ഒരു മതമേലധ്യക്ഷൻ ആരെയും അടിച്ചേൽപ്പിക്കാനും പറ്റത്തില്ല. അതുപോലെ ജീവിക്കാനൊന്നും സൗദി അറേബ്യയിൽ കഴിയുന്നില്ല. സൗദി അറേബ്യയിൽ കഴിയാത്തതാണ് ഇന്ത്യയിൽ കഴിയുന്നത്. നമ്മളത് മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന്, ഈ വ്യായാമത്തെ കുറിച്ച് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇതൊരു അസംബന്ധമാണ്. കാരണം ഈ ആൾക്കാർക്കെല്ലാം സ്വന്തമായ ഭൂമി ഒരു 10 സെന്റും 5 സെന്റും ഉണ്ടെങ്കിൽ രാവിലെ എണീറ്റ് അവിടെ എങ്ങോട്ടത്തേക്ക് കിളയ്ക്കോ വെട്ടുകയോ പുല്ല് പറിക്കുകയോ ചെയ്താൽ മതി സാറേ. ഏറ്റവും നല്ലതാണ്. അല്ല, പക്ഷെ എല്ലാവർക്കും ഭൂമിയില്ല. എല്ലാവർക്കും അങ്ങനെ ഉള്ളവരെ ഞാൻ പറഞ്ഞത്, ഉള്ളവരുടെ കാര്യം പറഞ്ഞത്. ഉള്ളവർ 5 സെന്റ്, ഞാനൊരു 10 സെന്റുകാരനാണ്. ഞാൻ രാവിലെ ഒരേ അറ്റത്ത് നിങ്ങൾ അല്പം ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആരോഗ്യത്തിന് വിഷയമില്ല, നന്നായി വിയർക്കുന്നുണ്ട്. ഇത് രാവിലെ നടക്കാൻ ഇറങ്ങിയിട്ടും വ്യായാമം ചെയ്തിട്ടും എന്തെല്ലാം അപകടം വരെ ഉണ്ടാവുന്നത്. വണ്ടി ഇടിച്ച് കൊന്നിട്ട് പോവുകയാണ് രാവിലേക്ക്. അപ്പോ പിന്നെ ഇവിടെ നമ്മൾ വിഷയം എന്ന് പറഞ്ഞാൽ വ്യായാമം സമ്മിശ്രമായി നടത്തണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. ആർക്കവിടെ ചെയ്താം, ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഒരു മതമേലധ്യക്ഷനെ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ സാറേ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അൻഷാദ് അമേൻ പറയുന്നത് ഇസ്ലാമിക നിയമങ്ങൾ പറയാൻ ഇസ്ലാമിക മത പണ്ഡിതന്മാർക്ക് അവകാശമുണ്ടെന്നാണ്. എനിക്ക് തോന്നുന്നത് അതൊരു ശരിയായൊരു നിലപാടാണ്. കാരണം സ്വാഭാവികമായും അവർ മതപരമായി ഉള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും ആളുകൾ അവരുടെ മത മേലധ്യക്ഷന്മാരുടെ ഒരു നിലപാടിനെ ആണ് നോക്കിക്കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അങ്ങനെ അതിനൊരു നിലപാടുണ്ടാവും. വേണമെങ്കിൽ അത് വിയോജിക്കാം എന്ന് പറയുന്നു. പിന്നീട് ഷിജി ഭാസ്കരൻ ചോദിക്കുന്നത്, ഒരു ദിവസത്തെ ചർച്ച കൊണ്ട് NM വിജയൻ വിഷയം മടക്കിയോ? ആ ചർച്ചയ്ക്ക് ശേഷം പല സംഭവങ്ങളും ആ വിഷയത്തിൽ ഉണ്ടായി എന്നാണ് ഷിജി ഭാസ്കരൻ പറയുന്നത്. ശ്രീ ഷിജി ഭാസ്കരന് എനിക്കറിയാം ചെറിയൊരു ഇടത് ചായവുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മറുവശത്തുള്ള ആളുകളെ ചീത്ത പറയുന്ന ഒരു സംഗതി വരുമ്പോൾ നല്ല താല്പര്യമുണ്ട്. അത് സ്വാഭാവികമാണ്. അങ്ങേക്ക് അതിൽ താല്പര്യം എടുക്കാം. കാരണം അത് അത്ര ഗുരുതരമായൊരു വിഷയം തന്നെയാണ്. അത് ചർച്ച ചെയ്യണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് നമുക്കുള്ളത്. നമ്മളത് നിരന്തരം ചർച്ച ചെയ്യുന്നു.
ആ വിഷയത്തിൽ തുടർ നടപടികളും ഉണ്ട്. എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എല്ലായ്പ്പോഴും ഒരു നമുക്കിഷ്ടമല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചർച്ച തന്നെ ആയിരിക്കും പൊതുവേദിയിൽ എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പൊതുവിഷയങ്ങളും കൂടി ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ വേറെ സ്പോർട്സ് ഗുരു പറയുന്നത്, സ്പോർട്സ് ഗുരു എനിക്കൊന്ന് എന്തായാലും വ്യായാമത്തെപ്പറ്റി വളരെ കൃത്യമായ അറിവുള്ള ഒരാളായിരിക്കും. അത് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുമാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ വായിക്കുന്നതാണ്. വ്യായാമങ്ങൾ എന്ന് പറയുന്നത് കോപ്രായം കാണിക്കാൻ ഉള്ളതല്ല, അത് തലച്ചോറിനും കൂടി വേണ്ടിയുള്ളതാണ് എന്ന് സ്പോർട്സ് ഗുരു പറയുന്നു. അജ്വ മീഡിയ പറയുന്നത് ഉസ്താദിനോടൊപ്പമാണ് താനെന്നാണ്. 100% പിന്തുണ ഉസ്താദിന് നൽകുന്നു. റഹീം കോട്ടായി പറയുന്നത് നേർച്ചയ്ക്ക് പെണ്ണുങ്ങൾക്ക് എന്തുമാകാമെന്നൊക്കെയാണ്. ഞാനിപ്പോൾ നമ്മളതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ റഹീം കോട്ടായി. അവർക്ക് നിയമം പാലിക്കണമെന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ നിയമലംഘനമുണ്ടെങ്കിൽ അത് ഭരണകൂടം നോക്കുകയും ചെയ്യട്ടെ. അടുത്ത പ്രേക്ഷകൻ ജോസഫാണ്, തൃശ്ശൂരിൽ നിന്ന് ആണ് ചേരുന്നത്. അല്ലേ ജോസഫ്? അതെ അതെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഞാൻ പറയാം. എനിക്ക് ആദ്യമായിട്ട് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഫ്രേസ് ഉണ്ട്, ദേർ ആർ ബ്ലാക്ക് ഷീപ്സ് എവരിവെയർ എന്ന്. അതായത് കറുത്ത ആടുകളല്ല അവിടെ കൊണ്ടുവന്ന് പ്രശ്നക്കാര് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും വേണ്ട. പ്രശ്നക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എസ് കെ പൊറ്റക്കാരൻ, ജ്ഞാനപീഠ ജാതകമായിട്ടുള്ള എസ് കെ പൊറ്റക്കാരന്റെ ഒരു ദേശത്തിന്റെ കഥ വളരെ ഗർഭത്തിൽ വായിച്ചുള്ള ആളാണ് ഞാൻ. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഒരു വ്യായാമത്തിനെ പറ്റി പറയുന്നുണ്ട് അതിൽ കഥാപുരുഷന്റെ. ആ അർത്ഥത്തിലുള്ള വ്യായാമം ആരും ചെയ്യാതിരുന്നാൽ മതി. അത് എസ് കെ പൊറ്റക്കാരന്റെ കഥ വായിച്ചവർക്ക്, പുസ്തകം വായിച്ചവർക്ക് അറിയാം എന്താണ് ആ വ്യായാമം എന്നുള്ളത്. അത് ഇവർക്ക് ഇപ്പൊ കൂട്ടിരിക്കത്തിൽ കൂടുതലാണ് വന്നതാണ്. അത് കുറച്ചാൽ മതി. അല്ലാണ്ട് ആളുകൾ മിങ്കിൾ ചെയ്യണമെന്നും കുഴപ്പമില്ല. ഞങ്ങളൊക്കെ എത്രയോ ആളുകളായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിച്ചുള്ള ആൾക്കാരാണ്. ഇപ്പൊ ജോലി ചെയ്യുമ്പോൾ അതിലും യാത്ര ചെയ്യുമ്പോൾ ഓർഡർ ആയിരുന്നു. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇതിൽ സൈനുൽ അബീദ് പറയുന്നു കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു. മുഹാദ് 1 2 3 ഉസ്താദിന് 100ൽ 100 മാർക്ക് കൊടുക്കുന്നു. ഷമീർ AK പറയുന്നത് താൻ ഉസ്താദിനൊപ്പമാണ് എന്ന് പറയുന്നു. സന്തോഷ് വിളിക്കുന്നത് ആറ്റിങ്ങിൽ നിന്ന്. അല്ലേ സന്തോഷ്? സന്തോഷ് വ്യായാമം ചെയ്യുന്ന ആളാണോ? വ്യായാമത്തിന് വിളിച്ചല്ല സാറേ. നിങ്ങള് മെനങ്ങാന്ന് ഒരു ന്യൂസ് ഒക്കെ പുറത്തു വിട്ടായിരുന്നു, മറ്റേ ഇവിടെ ഉള്ള ചെറുക്കനെ വിഷം കൊടുത്തു വന്നത് അറിയാമോ? അത് പിന്നെ ഇന്നലെ മറ്റേ എത്ര ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ന്യൂസിലൊന്നും വന്നില്ല. വാർത്തകൾ വന്നിട്ട് വരാതിരിക്കില്ല. ഞാനത് എന്താന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാനത് എത്ര ബുള്ളറ്റിനിൽ പോയിന്നൊന്നും എനിക്കറിയില്ല. തിങ്കളാഴ്ച അത് കൊടുത്തല്ലോ നമ്മളല്ലേ? കൊടുത്തെന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ആ പെണ്ണ് ശിക്ഷക്കാരെന്ന് അറിഞ്ഞത് പിറ്റേന്ന് തിങ്കളാഴ്ച വിധി വരുമെന്നല്ലേ? അതല്ല, വെള്ളിയാഴ്ച പെണ്ണ് ശിക്ഷക്കാരെന്ന് അറിഞ്ഞ്. അല്ല തിങ്കളാഴ്ചയാണ് വിധി വരുന്നത്. തിങ്കളാഴ്ച നമ്മൾ വിധി വരുമ്പോൾ വരും. അത് താങ്കൾക്ക് കൃത്യമായി ഞങ്ങൾ അറിയിക്കും. ഏതായാലും ന്യൂസ് 18 കാണുന്നു എന്ന് അറിയുന്നതിൽ തന്നെ എനിക്ക് സന്തോഷം. വാർത്തകളൊന്നും ഞങ്ങൾ മറച്ചു വെക്കില്ല, എല്ലാം കൃത്യമായി അവിടെ എത്തിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒപ്പം ഈ എം സഫീർ പറയുന്നത് കാന്തപുരം ഉസ്താദ് പറയുന്നതാണ് ശരി. 2 പൂക്കൾ കാന്തപുരം ഉസ്താദിന് അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. ഈ വായിക്കേണ്ട സ്ഥലം തികയാത്തത് കൊണ്ടാണോ നേരത്തെ നമസ്കാരം പറയാത്തത് എന്ന് ജയകുമാർ ചോദിക്കുന്നു. ശ്രീ ജയകുമാറിന് ഇല്ല, സ്ഥലമൊന്നും ഒരു പരിമിതിയല്ല. നമ്മൾ ശ്രീ ജയകുമാറൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. BA സലീം K ബാസിൽ ഉസ്താദിനൊപ്പമാണ് എന്ന് പറഞ്ഞ ഒരു തംസപ്പൊക്കെ ഇട്ടിരിക്കുന്നു. അബ്ദുൾ റഹിമാൻ ഉസ്താദിന് ഒപ്പം എന്ന് പറയുന്നു. ഉമ്മുൽ കബീർ ഉമ്മ പറയുന്നു ഉസ്താദ് പറയുന്നത് സുന്നി മുസ്ലിങ്ങൾക്ക് ആണ് എന്നാണ്. മതനിയമങ്ങൾ പണ്ഡിതർ പറയും എന്നാണ് ഉമ്മ പറയുന്നത്. ഉമ്മയ്ക്ക് അങ്ങനെ പറയാനുള്ള ഒരു നിലപാടാണ്, അത് അവർക്ക് പറയുകയും ചെയ്യാം. സൈനുൽ അബീദ് പറയും കാന്തപുസ്തം ഉസ്താദ് പറഞ്ഞത് സുന്നികളായ മുസ്ലിമുകൾ അവരുടെയാണ്, അല്ലാത്ത ഇതര മതസ്ഥരോട് പറയുന്നില്ല, അവർക്ക് എന്തും ആകാം എന്ന് പറയുന്നു. ഹക്കീം പനക്കാട്ട് പറയുന്നത് ഉസ്താദ് പറഞ്ഞത് സുന്നികളായ മുസ്ലിങ്ങളോടാണ് എന്ന് പറയുന്നു. ഷിജി KK പറയുന്നത് സ്വർണ്ണക്കടത്ത് ഹറാമാണ് എന്ന് ഉസ്താദ് പറയുമോ എന്നാണ്. എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നല്ലതാണെന്ന് അദ്ദേഹം പറയില്ല. ഞാൻ വിചാരിക്കുന്നത് അതൊന്നും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ്. മുബഷിറ പറയുന്നത് മതനിയമങ്ങൾ പറയാൻ മനപണ്ഡിതരാണ് വേണ്ടത്. ആ വിശ്വാസികൾ അത് അംഗീകരിക്കും.
വിശ്വസി ആണെങ്കിൽ ആണെന്ന പേരിലുള്ളവർക്ക് അത് ദഹിക്കില്ല, സ്വാഭാവികം. ഇതൊരു മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതത്തിൻ്റെയും അവസ്ഥ ഇതാണ് എന്ന് മുബഷീറ പറയുന്നു. ഹസൻ ഇലംഗോർ പറയുന്നു ഉസ്താദാണ് ശരിയെന്ന്. ഉസ്താദ് പറഞ്ഞത് ശരിയാണ്, ഭർത്താവിനെ അംഗീകരിക്കുന്ന ഉസ്താദിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളാണ് എന്ന് സ്മാർട്ട് വീഡിയോസ് പറയുന്നു. അല്ലാത്തവരെ അതിലേക്ക് നിർബന്ധിക്കില്ലല്ലോ. അപ്പോൾ ഉസ്താദ് പറഞ്ഞതാണ് 100% ശരിയെന്നാണ് സ്മാർട്ട് വീഡിയോസ് പറയുന്നത്. ഭർത്താവിനെ അംഗീകരിക്കുന്ന ഉസ്താദിൻ്റെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളാണെന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഉമ്മർ ചോദിക്കുന്നു എനിക്ക് സുഖമാണെന്ന്. ഉമ്മറെ പരമസുഖം, വളരെയധികം സന്തോഷം. ഉമ്മർ എൻ്റെ ഒരു കാര്യം അന്വേഷിച്ചു എന്നതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെ പ്രേക്ഷകർ നമ്മുടെ പൊതുകാര്യങ്ങൾക്കൊപ്പം എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി അന്വേഷിക്കുമ്പോൾ വലിയ സന്തോഷം തരികയാണ് ശ്രീ ഉമ്മർ. എനിക്ക് സുഖമാണ്, വളരെ സന്തോഷം. ഉമ്മറിനും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാന്തപുരം നല്ല മനുഷ്യനാണ്, ജയ് ഇന്ത്യ എന്ന് ഉമ്മർ മണ്ണാർക്കാട് പറയുന്നു. ഉമ്മർ മണ്ണാർക്കാട് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഉമ്മർ മണ്ണാർക്കാട് ഒരു ദിവസം പൊതുവേദിയിലേക്ക് വിളിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സന്തോഷ് നംകോട്ട പറയുന്നു ഇതിൽ പ്രശ്നം എന്തിരിക്കുന്നുവെന്ന് ഉസ്താദ് തന്നെയാണ് മതം പറയേണ്ടത് എന്ന് അബ്ദുൾ വാഹിർ അബ്ദുൾ റഹ്മാൻ പറയുന്നു. അബ്ദുൾ അസീസ് ഉസ്താദിനോടൊപ്പമാണ് തന്നെ എന്ന് പറയുന്നു. രതീഷ് കെ പക്ഷേ ഉസ്താദിനെ എതിർക്കുന്നു. കരീം അബ്ദുൽ കരീം ഉസ്താദിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തംസപ്പുകൾ ഇടുന്നു. 5 തംസപ്പ് ഇട്ടിട്ടുണ്ട്. ഏതായാലും അതാണ് അവിടുത്തെ വിവരങ്ങൾ. ഇനി അടുത്ത അഷ്റഫ് എറണാകുളത്തു നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ അഷ്റഫ്, ഇപ്പോൾ ഈ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പൊതുരംഗത്ത് ഒക്കെ ഉണ്ട്. അവരിൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ സൈന്യത്തിലടക്കം സ്ത്രീകൾ വരികയാണ്. അപ്പോൾ നമ്മുടെ പുരുഷൻ്റെ മനസ്ഥിതികൾ പതുക്കെ മാറിത്തുടങ്ങി എന്ന് ചിന്തിക്കാനൊക്കെ സമയമായില്ലേ? നമ്മൾ സ്ത്രീകളെ കാണുമ്പോഴൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് കരുതേണ്ടതുണ്ടോ? സ്ത്രീകൾക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ പൊതുനിരത്തിൽ ഇറങ്ങാൻ തടസ്സമാകുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ടോ? അതോ മതപരമായി ഒരു പണ്ഡിതൻ പറയുന്നതിനെ മതപരമായി കാണുക എന്ന ആശയമാണോ ശരി? എന്താണ് താങ്കൾ കരുതുന്നത്? ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പൊതുസമൂഹത്തോട് പറഞ്ഞത് ഇവിടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല, അതല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള വിഷയമല്ല. ഇതിപ്പോ ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞത് ഇവിടെ നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ ഒരു മിക്സിങ്, അതായത് സ്ത്രീ പുരുഷ സമ്പർക്കത്തിൽ കൂടി കാര്യങ്ങൾ പോകുന്നു, അത് അപകടത്തിലേക്കാണ് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആ പ്രസ്താവന ഇറക്കിയത്. അതല്ലാതെ ഇവിടെ വ്യായാമം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ അങ്ങനെയല്ല പോകുന്നത്. ഇത് പ്രായോഗികമാണോ? നമ്മളിപ്പോൾ സ്വാഭാവികമായ ഒരു ജിംനേഷ്യത്തിൽ പോകണമെന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും, നടക്കാൻ ഇറങ്ങണമെന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പ്രായോഗികമാണോ? ഇപ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയും മറ്റു പുരുഷന്മാരുണ്ടാവും, പടക്കപ്പലുകൾ സ്ത്രീകൾ നയിക്കുന്നു. അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് പ്രായോഗികമാക്കാൻ കഴിയും. ഓഫീസ് വന്നു, ഞാൻ പറഞ്ഞല്ലോ അവതാരകൻ ആയിട്ടുള്ള നിങ്ങൾ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാർ ഓഫീസായിട്ട് കണക്കാക്കേണ്ടെന്ന്. ഇപ്പൊ ഒരാൾ ഒരു ചുമട്ട് പണിക്ക് പോകുന്നു, അവിടെ കെട്ടു നിർമ്മാണ പണിക്ക് പോകുന്നു. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നവർ, ഇൻഫോ പാർക്കിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സാധാരണ മനുഷ്യർ കല്ലെടുക്കാൻ പോകുന്നു, അതൊരു വ്യായാമം പോലത്തെ ഒരു ജോലിയല്ലേ? അല്ല, അത് വ്യായാമം മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന്റെ ജീവിത മാർഗമല്ലേ. ഞാൻ ചോദിച്ചത് അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ അതും കൂടി താരതമ്യപ്പെടുത്താൻ പറ്റും. താരതമ്യപ്പെടുത്തുന്നില്ല. ഞാൻ ചോദിച്ചത് അത് ഇതിലേക്ക് ബാധകമായി വരുമോ എന്ന സംശയം വരുമോ എന്നാണ്. വ്യായാമത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതം എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ്. കാരണം വ്യായാമത്തിന് പ്രസക്തി അതിശക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നു. ജീവിതശൈലി രോഗങ്ങൾ തടയാനും ശാരീരിക ഉണർവിനും മതനിയമങ്ങൾക്ക് വിധേയമായി വ്യായാമം ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. ഈ അടുത്ത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്സരി നടത്തിയ ഒരു യാത്രയുണ്ടായിരുന്നു. ആ യാത്രയിൽ രാവിലെ 5 മണിക്ക്, അതായത് രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കൂട്ടായ ഒരു നടത്തം തന്നെ നടത്തിയിരുന്നു. ആ നടത്തത്തിന് ശേഷം അവിടെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങളാണ്, ഈ പ്രഭാത നടത്തത്തിന്റെ ഗുണങ്ങളാണ്. അപ്പോ ഇതെല്ലാം ഇവിടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു സത്യം എന്ന് പറയുന്നത് ഇതിൽ കൂടി പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വ്യായാമം, മിക്സിംഗ് വ്യായാമം എന്ന് പറയുന്ന ഒരു സംവിധാനം, ആണും പെണ്ണും ഇടകലർന്ന് ഒരു വ്യായാമം നടക്കുന്നു, അതിൽ കൂടി പല രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു ചർച്ച ഈ അടുത്ത കാലത്ത് നടക്കുന്നു. അത് പ്രസ്തുത എനിക്ക് തോന്നുന്നു മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കോഴിക്കോട് മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്.
അത് പല രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് തടയിടുക എന്നുള്ളത് ഒരു ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയിലും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മതപണ്ഡിതൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ശരി, അത് കറക്റ്റാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമായി. അത് ഞാൻ പറയുന്ന ഒരു ഇടവേളയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് AR വ്ലോഗ്സ് ഇവിടെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല. എനിക്ക് ഒരു ചുക്കും അറിയില്ല എന്നോ മറ്റോ ആണ് അത് പറഞ്ഞത്. അത് AR വ്ലോഗ്സ്, എൻ്റെ ഒരു പാണ്ഡിത്യം ഇതിനെപ്പറ്റി വളരെ കുറവാണ്. എനിക്ക് സത്യത്തിൽ ഇസ്ലാമിക നിയമങ്ങളെ പറ്റിയൊന്നും വലിയ അറിവില്ല. അപ്പോൾ പൊതുവേ പക്ഷേ ഈ വ്യായാമം വരുന്ന ഒരു സമയത്ത് അത് പൊതു സമൂഹത്തിൻ്റെ ഒരു വിഷയമായതുകൊണ്ട് ചർച്ചയ്ക്കെടുത്തത് മാത്രമല്ല, പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പൊതുവേദി. സമയ മീഡിയ പറയുന്നു കാന്തപുരത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് പറയുന്നു. ഹാരിസ് ബിൻ ഉമ്മർ പറയുന്നു മതനിയമം പണ്ഡിതന്മാർ പറയുന്നതാണ്, അത് യഥാർത്ഥ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളും, ജീവിതത്തിൽ പകർത്തും, അല്ലാത്തവർ അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്നാണ് ഹാരിസ് ബിൻ ഉമ്മറിൻ്റെ ഒരു നിലപാട്. ഏതായാലും നമുക്ക് ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമാണ്, പെട്ടെന്ന് മടങ്ങിയെത്താം. PM മുഹമ്മദ് റിയാസ് തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രതിനിധിയെന്ന് MT രമേശ്. CPMന്റെ ലീഡർഷിപ്പ് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് റിയാസിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വം. ഭൂരിപക്ഷത്തെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും മുഖ്യമന്ത്രിയും CPM നേതാക്കളും നടത്തുന്നതിന്റെ പിന്നിൽ മുഹമ്മദ് റിയാസ് ആണെന്നും BJP ജനറൽ സെക്രട്ടറി ആരോപിച്ചു. പിണറായി വിജയൻ അല്ല ഇപ്പോൾ പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുന്നതും ഒരു സമുദായത്തിന്റെ താൽപര്യത്തിന് വേണ്ടിയാണെന്നും MT രമേശ് ആരോപിച്ചു. ന്യൂസ് 18 Q18 റിയാസിനെതിരെ MT രമേശിന്റെ കടുത്ത പരാമർശം. ഈഴവ സമുദായം BJPയിലേക്ക് കൂടുതൽ പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള CPM ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ട്. അത് BJP എങ്ങനെയാണ്? ന്യൂനപക്ഷ പ്രീണനം പൊതുവേദി തുടരുന്നു. കരീം അബ്ദുൽ കരീം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ നടത്തം, ഉസ്താദിന് ബിഗ് സല്യൂട്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും തംസപ്പൊക്കെ കരീം അബ്ദുൽ കരീം കൊടുക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ കമൻറ്റുകളിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ശ്രീധരൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ എവിടുന്നാണ് വിളിക്കുന്നത്? കാഞ്ഞങ്ങാട് നിന്നാണ്. ശ്രീധരൻ വ്യായാമം ചെയ്യുന്ന ആളാണോ? അതെ അതെ, ഞാൻ രാവിലെ എന്താ നടക്കാൻ പോകും? കൂട്ടത്തിലല്ല, രാവിലെ നടക്കുന്ന. ഒറ്റയ്ക്കാണ് പോകുന്നത്? ഒറ്റയ്ക്കാണ് വ്യായാമം ചെയ്യുന്നത്? അതെ അതെ, ഒറ്റയ്ക്കാണ്. നടക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ. യെസ്. അപ്പോൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പുരുഷന്മാർ ഒരുമിച്ച് വ്യായാമം ചെയ്യുക, എല്ലാവരും വ്യായാമം ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഒരു മതപരമായ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ അത് വേറെ തുടർ ചർച്ചകൾക്ക് വിധേയമാകുമോ എന്നൊക്കെയുള്ള സംശയം പലരും ഉന്നയിക്കുകയാണ്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? സാറേ, ഞാൻ ഈ കാര്യത്തെ കുറിച്ചല്ല, ഞാൻ ആകപ്പാടെ ഒരു ഭയപ്പാടിലാണ് സാർ. കേരളത്തിന്റെ സ്ഥിതി ഓർത്ത് എന്താ പറ്റിയത്? കുറച്ച് കാലങ്ങളായി ഇങ്ങനെയുള്ള ചർച്ചകളാണ്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി കഴിഞ്ഞത്. അതിനു മുമ്പ് പല മതസംഘടനകളും ഈ പണ്ട് വിവേകാനന്ദൻ പറഞ്ഞ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പ്രതികരിക്കേണ്ട സാംസ്കാരിക നായകരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ വോട്ട് ബാങ്കിന്റെ ബലം കൊണ്ട് ഒന്നും പ്രവർത്തിക്കാത്തൊരു കാലഘട്ടത്തിലാണ് ഒരു ഭയം തോന്നുന്നത്. ഞാൻ ഈ ശ്രീധരൻ പറഞ്ഞു വളരെ ശരി. ഞാൻ ഇപ്പൊ ആലോചിക്കും, നമ്മുടെ സാംസ്കാരിക നായകന്മാരൊക്കെ സ്ഥലം വിട്ടു, ഒരാളെയും കാണാനില്ലല്ലോ ഇപ്പൊ. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ ആരും ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നമുക്ക് ആ ഒരു ഭയം. നമ്മുടെ പൊതുവേദിയിലേക്ക് ഒരു സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നസീർ വിളിച്ചത് എനിക്ക് സാറിനോട് മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കാര്യമായി ഇങ്ങനെയുള്ള ഈ ഓരോ വ്യക്തികളെ കുറിച്ച് പറയുന്നതിനേക്കാളും മൊത്തത്തിൽ നമ്മുടെ സ്ഥിതിയെ കുറിച്ച് കാര്യമായ ഒരു ചർച്ച അത് ഗംഭീരമായി നടത്തണം എന്നുള്ളതാണ്. ആരായാലും ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഈ ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് മുമ്പ് പറഞ്ഞ കാര്യം നമുക്കറിയാം, ഒരു ബോഡി വേസ്റ്റിന്റെ കാര്യം. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഇപ്പോ നായന്മാര് സ്ത്രീകള് പിന്നെ ഈ വ്യായാമത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് നാളെ NSSകാരും പറയും, അല്ലെങ്കിൽ ഈഴവേര് പങ്കെടുക്കേണ്ടതെന്ന് ഈ SNDPക്കാരും പറയും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, ഗതികെട്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം നമ്പർ 1 ആയിട്ട് പോകുന്നത് എന്നറിയുമ്പോൾ വളരെ ഖേദം തോന്നുന്നു. അതിൽ മാധ്യമങ്ങള് വളരെ വളരെ ആയൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇങ്ങനെയുള്ള ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. മൊത്തത്തിൽ നമ്മുടെ സാംസ്കാരിക മൂല്യച്യുതിയെ കുറിച്ച് ഒരു ചർച്ച ഗംഭീരമായി നടത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വളരെ ശരിയാണ്. ഈ സമദ് പരപ്പു
സമത്ത് പരപ്പ് പറയുന്നത് കാന്തപുരം ഉസ്താദിൻ്റെ നിലപാട് ശരിയാണ് എന്നാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് സത്യമാണ് പറയുന്നത് എന്നാണ് സമത് പറപ്പുവിൻ്റെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് റഷീദാണ്, ശ്രീ കൊയിലാണ്ടിയിൽ നിന്ന്. റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദിന് എന്ത് തോന്നുന്നു? ഇത് ഒരു മതത്തിലെ അവരെ വിശ്വസിക്കുന്ന ആളുകളോട് പറഞ്ഞതാണ്. സ്വാഭാവികമായും അത് പൊതുരംഗത്തേക്ക് സ്ത്രീകൾ വരുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടയും എന്നൊക്കെ ഉള്ള വിമർശനങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ നെക്സവൻ എന്ന ഒരു വ്യായാമ മുറ വന്നു എത്രയും എളുപ്പത്തിൽ വേഗതയിൽ അത് പ്രചാരം നേടിയപ്പോഴുണ്ടായ ഒരു വ്യാകുലതയിൽ നിന്ന്, ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നമുക്കറിയാലോ, ജീവിതശൈലിയും അതേപോലെ രോഗങ്ങളും വ്യായാമക്കുറവും അതുപോലുള്ള മറ്റു സംഗതികളൊക്കെ ഉണ്ടായപ്പോൾ ഒരു ഇതിൽ നിന്നുണ്ടായ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായ ഒരു വ്യായാമ മുറ, മൾട്ടിപ്പിൾ എക്സസൈസ്, അതാണ് മെക്സവൻ. ഈ 7 വ്യായാമ മുറകൾ കൊണ്ട് ആളുകളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം. അത് ഒരു തരത്തിൽ ഒരു ഫീസ് പോലും ഈടാക്കാതെ ആളുകളെ അതിൽ ആകർഷിച്ചത് അതുകൊണ്ടാണ്. കാരണം ഇത് മറ്റൊരു ഉദ്ദേശവുമില്ല. ആളുകൾക്ക് ആരോഗ്യമുണ്ടാവണം, ആരോഗ്യമുള്ള മനസ്സുകൾക്ക്, ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്നുള്ള നല്ല ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ച നല്ലൊരു സംവിധാനം ആളുകൾ അത് ഏറ്റെടുത്തപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം 500ഓളം യൂണിറ്റുകളുണ്ട്. കാസർഗോഡ് 100ഓളം ഉണ്ട്. മലപ്പുറം ജില്ലയിൽ 400ഓളം, അങ്ങനെ 1000ഓളം യൂണിറ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇത്രയും എളുപ്പത്തിൽ ഇത് വരാനുള്ള കാരണം, ഇത് ആളുകളെ ഏറ്റെടുക്കാനുള്ള കാരണം രോഗങ്ങളിൽ നിന്ന് മുക്തമാവുക, ആ വ്യായാമ മുറകളിൽ ഇല്ലാത്തതിന്റെ ഒരു അഭാവമാണ് ഈ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം എന്ന ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഒരു വിവേകത്തെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ്, ആദ്യം പറഞ്ഞ് രാഷ്ട്രീയക്കാർ പറഞ്ഞ് ഇത് ഒരു വിഭാഗത്തിനാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്, STIP-കാരനാണ്, മറ്റുള്ളവരാണെന്ന് അവസാനം അവർക്ക് ബോധ്യമായപ്പോൾ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. ഇപ്പൊ മതത്തിന്റെ പരിഭാഷ വെച്ച് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിനോട് ചെയ്യുന്ന ഒരു ദ്രോഹവും കുറ്റവുമാണ് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ആര് പറഞ്ഞാൽ പണ്ഡിതൻ പറയുമ്പോൾ തന്നെ അതിന്റെ നല്ല വശങ്ങളെ കുറിച്ച് പറയുകയും ചീത്ത വശങ്ങളെ എന്താണെന്ന് അത് മനസ്സിലാക്കി കൊടുക്കുകയും നല്ലതിലൂടെ ഇതിനെ മുന്നോട്ട് നീക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയാണ് വേണ്ടത്. ഇത് നല്ല കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രമാത്രം കേരളത്തിൽ വളർന്നു പന്തലിച്ച് വിശാലമായ രീതിയിലേക്ക് മുന്നോട്ട് വരുന്നത്. ഇനിയും 1000 യൂണിറ്റുകൾ ഇത് വരാനുള്ള സാധ്യതകളിലേക്കാണ് ഈ ഒരു സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തത്. നൌഷാദ് പുന്നത്തല പറയുന്നത് ഇസ്ലാമിക നിയമങ്ങൾ പറയുന്നത് പണ്ഡിതരാണ്, അതിന് കാന്തപുരം ഉസ്താദിന് അവകാശം ഇല്ലേ എന്ന് ചോദിക്കുന്നു നൌഷാദ്. മഞ്ചേരി മൊയ്തീൻ പക്ഷേ പറയുന്നത് മതം വ്യായാമത്തിൽ ഇടപെടരുത്, മതം പള്ളിയിൽ മാത്രം പോരെ എന്നതാണ്. ഉസ്താദ് മറ്റഭിപ്രായങ്ങൾ പറയാമോ എന്നൊക്കെ ആണ് മഞ്ചേരി മൊയ്തീൻ്റെ ഒരു ചോദ്യം. ഏതായാലും മുഹമ്മദ് യാസർ പറയുന്നത് AP ഉസ്താദിനോടൊപ്പമാണ് താൻ എന്നാണ്. അദ്ദേഹം അതിന് പിന്തുണ നൽകുകയും ഹൃദയവും ഒക്കെ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ എല്ലാറ്റിനും നിയമമുണ്ട് എന്ന് നൌഷാദ് പറയുന്നു. ആരും വ്യായാമത്തിനെതിരില്ല. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് സ്ത്രീകൾ അന്യപുരുഷന്മാരോടൊപ്പം വ്യായാമം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നൌഷാദ് പറയുന്നത്. ആദ പറയുന്നത് കാന്തപുരം പറഞ്ഞത് ആരോടാണ് എന്നതാണ്. ഇത് ഇസ്മായിൽ സഫീഖ് ഇതിന് എന്തൊക്കെയോ തെറ്റായ വ്യാഖ്യാനങ്ങളുണ്ടോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. ഏതായാലും അതിലേക്കൊക്കെ ഞാൻ വരാം. ശരത്ത് വിളിക്കുന്നുണ്ട്. ശരത്ത് എവിടുന്നാണ് വിളിക്കുന്നത്? ശരത്ത് തിരുവനന്തപുരം ബാലരാമപുരത്താണ് വിളിക്കുന്നത്. കേൾക്കാമോ? ശരത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇസ്മയിൽ സാഫിക്ക് ഒരു പ്രതികരണം നടത്തിയാണ്. ഷാലു വോൾസ് പറയുന്നത് കാന്തപുരം ഉസ്താദിനൊപ്പമാണ് താൻ എന്ന് പറയുന്നു. പിന്തുണയൊക്കെ നൽകുന്നുണ്ട്. വ്യായാമം ചെയ്തോട്ടെ, സ്ത്രീകൾ തോന്നിയതുപോലെ നടന്നോട്ടെ എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇസ്മയിൽ സക്കാഫി. വ്യായാമം ചെയ്തോട്ടെ, സ്ത്രീകൾ തോന്നിയതുപോലെ നടക്കുക വെച്ചാൽ നിയമപരമായി നടക്കണമെന്ന് എനിക്ക് പറയാൻ അധികാരമുള്ളൂ. മറ്റതൊക്കെ അത് അവരവരെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരോട് ചിലപ്പോൾ പലതരത്തിലുള്ള ഉപദേശങ്ങൾ നടത്താൻ അധികാരമുണ്ടായിരിക്കും. അത് കേൾക്കാതിരിക്കാം. നിയമമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഘടകം. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ദാസൻ. ശ്രീ ദാസൻ,
ശ്രീദാസൻ കേൾക്കാമോ? യെസ്. ശ്രീദാസൻ വ്യായാമം ചെയ്യുന്നുണ്ടോ? ഇല്ല, വ്യായാമം ഞാൻ കൂടുതലും വ്യായാമക്കുണ്ട്. ഞാനായിട്ട് പ്രത്യേകം ചെയ്യണ്ടേ. ഞാൻ രാവിലെ എവിടെ നടക്കുകയും ചെയ്യുന്ന ആളാണ്. രാവിലെ എഴുന്നേറ്റ് അല്ലാതെ തന്നെ കുറെ നടക്കലും മറ്റു കാര്യങ്ങളും. എനിക്ക് ഒരു കാർഷിക മേഖലയിൽ ഒരു സൂപ്പർവൈസറായി പണിയെടുക്കുന്ന ആളാണ്. അപ്പൊ ആ ജോലിയുടെ ഭാഗമായി തന്നെ നല്ലോണം നടക്കണം. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് വ്യായാമം ചെയ്യണ്ട. ഓക്കെ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ പറയുമ്പോ ഇന്നിപ്പോ ഈ കാന്തപുരം ഉസ്താദ് പറയുന്ന അതേ അഭിപ്രായത്തിൽ 90% മുസ്ലിങ്ങൾ. കാര്യം ഈ ചില ആൾക്കാർക്ക് ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് അവരെ ഭക്ഷണം ഉണ്ടാക്കാനും വസ്ത്രം കഴുകാനും അവരെ ലൈംഗിക ആവശ്യത്തിനും മക്കളെ പ്രസവിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദിന്റെ പ്രസംഗം ഞാൻ കേട്ടു. 17 വയസ്സുള്ള നിങ്ങളെ പെൺകുട്ടി, രാവിലെ +2 പഠിക്കുന്ന പെൺകുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരൊക്കെ നിസ്കരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അന്ന് നിർത്തിക്കൊള്ളുന്ന ഓരോ +2 പഠനം. അല്ല അവിടെ പോയി കഴിഞ്ഞാൽ ഈ +2 പഠിച്ചവൻ ചോദിക്കൂല, നീ നിസ്കരിച്ചവനെ ചോദിക്കൂല. അപ്പൊ ശരിക്കും ഈ CWC കേസൊക്കെ വകുപ്പാണ്. കാരണം 17 വയസ്സിലെ പെൺകുട്ടിയെ പ്രത്യേകം ആൾ പറയുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ തണ്ട കൊടുക്കും നമ്മളെ. ഇത് പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇതിൽ വലിയൊരു മാരണമായിട്ടാണ് ഈ മതങ്ങൾ. വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. ഇതിൽ ഷിജി ഭാസ്കരൻ എന്നോട് പറയുന്നു, കൂത്താട്ടുകുളം വിഷയത്തിൽ സത്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CPM ഓഫീസിൽ മറ്റും വനിതകൾക്കൊപ്പം പ്രഷർ ചെക്ക് ചെയ്യുന്നതായിട്ട് ഇവരെ കാണാം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സന്തോഷം. ഇത് കിഡ്നാപ്പിംഗ് ആണെന്നൊക്കെ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഷിജി ഭാസ്കരൻ. ഏതായാലും നമുക്കൊരു നല്ല രാഷ്ട്രീയത്തിൻ്റെ സൂചനയാണോ ഇത്തരം സംഭവങ്ങൾ എന്ന സംശയം അവിടെ ബാക്കി നിൽക്കുകയാണ്. ആരാണ് ശരി എന്നതിനപ്പുറത്തേക്ക് ഷിജിയെ പോലുള്ളവർ ഇതിൻ്റെ പൊതു സാഹചര്യം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഒപ്പം മറ്റ് പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. സ്വപ്ന സാമുവൽ പറയുന്നു, ഏത് രാഷ്ട്രീയത്തിലും മതവും രാഷ്ട്രീയവും കലർത്തുന്നത് നല്ലതല്ല. നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് സ്വപ്ന സാമുവൽ. സ്വപ്ന സാമുവലിനെ സംബന്ധിച്ചിടത്തോളം മതം വേറെ, രാഷ്ട്രീയം വേറെ, വ്യായാമം വേറെ എന്നതാണ്. യോഗ പോലുള്ള പരിപാടികളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നത് തടയാനാണ് ഈ MEC 7 പോലെയുള്ള പരിപാടികളെന്ന് SK പറയുന്നു. യോഗ പോലുള്ള പരിപാടികളിൽ ഇത് തടയോ എനിക്കറിയില്ല. ആസിഫ് പറയുന്നത് ഇസ്ലാമിൽ അതിൻ്റേതായ നിയമമുണ്ട്, പക്ഷേ നമ്മുടെ രാജ്യത്തിന് നിയമം ഉണ്ട്, അതാണ് നമ്മൾ പ്രധാനമായും അനുസരിക്കേണ്ടത് എന്ന് പറയുന്നു. ഫോർ ദ പീപ്പിൾ പറയുന്നു, വ്യായാമം നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമിയാണ്, ജാഗ്രത വേണം എന്ന് ആണ് ഫോർ ദ പീപ്പിൾ പറയുന്നത്. ഏതായാലും അങ്ങനെ നിരവധി പ്രതികരണങ്ങളുണ്ട്. ദീപു നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ ദീപു, വ്യായാമമൊക്കെ ചെയ്യുന്ന ആളാണോ? ഞാൻ ഈ പ്രാവശ്യം 2025 എടുത്ത പ്രതിജ്ഞയാണ് വ്യായാമം ചെയ്തു തുടങ്ങണം. പ്രതിജ്ഞ എല്ലാ വർഷവും 1-ാം തീയതി എടുക്കുകയും പിന്നെ 2-ാം തീയതി മടിക്കുകയും ചെയ്യുന്നതാണോ? അത് നടപ്പിലായോ? നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. എന്താണ് നടക്കലാണോ? എന്താ ചെയ്യുന്നത്? അല്ല, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് ഇപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഇതിപ്പം ഏതെങ്കിലും ഒരു മത മേധാവി അല്ലെങ്കിൽ ആത്മീയത, ആ മതത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ആത്മീയ നേതാവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആത്മീയ നേതാവായി വിചാരിക്കുന്നവരാണ് അതിനെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുക. മറ്റുള്ളവര് അത് ചിലപ്പം അതിനകത്ത് ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ കേൾക്കും, ഇല്ലെങ്കിൽ തള്ളിക്കളയും. ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഇതിനകത്ത് സ്ത്രീകളെ ഇടകലർത്തണോ വേണോ വേണ്ടയോ എന്നുള്ളതൊന്നും ഇതിനകത്ത് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമുള്ള കാര്യമാണ്, മറ്റുള്ളവർക്കല്ല. പക്ഷെ ഞാൻ ഈ കാര്യത്തെ കാണുന്നത് എക്സസൈസ് ഒക്കെ നല്ല കാര്യമാണ്, അത് നമുക്ക് വേണ്ടതാണ്. ജീവിതശൈലി രോഗങ്ങളായിട്ട് കേരളത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് സ്റ്റഡീസിലൊക്കെ കൂടെ അറിയാം. പക്ഷെ അപ്പോഴും ഇങ്ങനത്തെ ഈ വിഷയങ്ങളിൽ വരുമ്പം ഞാൻ ഇതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടത് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടാകുന്നു, ഈ കൂട്ടത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്നുള്ളതൊക്കെ വ്യക്തമായി പിന്നെ സർക്കാർ പഠിക്കുകയും അന്വേഷിക്കുകയും സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയാണ്. കാരണം നമുക്കറിയാം 1 ഇന്ത്യ 1 പെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങിയിരുന്നു. അതുപോലെയുള്ള പല സ്ഥാപനങ്ങളും അവസാനം എല്ലാം ഇലക്ഷൻ സമയത്ത് വന്നപ്പോൾ നേരെ സംഘപരിവാറിന്റെ പിന്നെ പ്രചാരകരായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരെങ്കിലും കയറി കൂടിയിട്ടുണ്ടോ, അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഈ കാര്യത്തെപ്പറ്റി കൃത്യമായ പിന്നെ ചർച്ചകൾ മാത്രമല്ല, ഇതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് ചിലപ്പം ഇതിനകത്തൊന്നും ഇല്ലായിരിക്കാം,
പക്ഷെ ഇത് നടത്തേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മുടെ നാടിന് ആവശ്യമുണ്ട്. കാരണം ചെറിയ ചെറിയ ഗ്രൂപ്പുകളാവുന്നു. ആ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ നമ്മൾ ഈ എക്സസൈസ് മാത്രം വരുന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വളരെ സരസമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അയക്കുന്നു. അതുപോലെ അതിനുശേഷം പിന്നെ കുറച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അയക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുള്ളതായിട്ട് പിന്നെ മനുവിന് അറിയാമല്ലോ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വളർത്തുന്ന സംഘമായിട്ട് ഇത് മാറാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ ആഭ്യന്തര വകുപ്പ് തന്നെ നേരിട്ട് തന്നെ ഇതിനകത്ത് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എനിക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ അതിനു മുമ്പ് 1-2 കമൻറ്റുകൾ കൂടി വന്നിട്ടുണ്ട്. അത് ഒന്ന് പ്രധാനപ്പെട്ടതാണ്. ഇസിയോ നോഹ പറയുന്നത് നമ്മുടെ ദാസൻ കണ്ണൂർ പറഞ്ഞൊരു പ്രതികരണത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്. അത് സുന്നി പണ്ഡിതനല്ല അങ്ങനെ പറഞ്ഞത്, അത് ഒരു മുജാഹിദ് പണ്ഡിതനാണ് എന്നാണ് പിന്നെ ഇസിയോ നോഹ പറയുന്നത്. ഒരു പക്ഷേ ദാസൻ കണ്ണൂരിന് ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്കും ഒരു പക്ഷേ അറിയില്ല കേട്ടോ, വേർതിരിച്ച് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയാറില്ല. അബ്ദുൽ ഖാദർ കുന്നിയിൽ പറയുന്നു, ആരോഗ്യം നിലനിർത്താൻ വ്യായാമം അത്യാവശ്യമാണ്. എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചുള്ള വ്യായാമ മുറ നല്ലതല്ല. പണ്ഡിതരുടെ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം എന്ന് അബ്ദുൽ ഖാദർ പറയുന്നു. റാഫി മുസ്തഫ പറയുന്നത്, കാന്തപുരം ഉസ്താദ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തോടാണ് പറഞ്ഞത്. അവിടെ അവരുടെ മതമാണ്, അവരുടെ നിയമം, അത് അംഗീകരിക്കുന്നു. ഈ പ്രസ്താവന വ്യായാമത്തിന് എതിരല്ല, അവരുടെ മതനിയമത്തെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ് റാഫി മുസ്തഫ പറയുന്നത്. AP ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ മതനിയമമാണ്, അത് ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളും, മറ്റുള്ളവർ ബേജാറാകണ്ട എന്നാണ് നാസീർ അറാലം പറയുന്നത്. ഇഴോ നോഹ പറയുന്നത് ദീപുവിനൊരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ദീപു പറഞ്ഞതിൽ പോയിൻ്റുണ്ട്, അതിന് അംഗീകാരം കൊടുക്കുന്നു. ഇസ്ലാമിൻ്റെ കാര്യം അതിലെ പണ്ഡിതർ പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്നാണ് നോഹ പറയുന്നത്. CM ഇസ്മായിൽ പറയുന്നു, പണ്ഡിതർ മതത്തിൻ്റെ നിയമം പറഞ്ഞ് വിശ്വാസികൾ അത് അംഗീകരിക്കുന്നു. അവർക്ക് തോന്നി അലവലാദികളാണ്, അപ്പോൾ അലവലാദികൾ അവർക്ക് തോന്നിയെന്ന് പറയുന്നു, അവരത് പിൻപറ്റുന്നതാണ്. മതപണ്ഡിതർ മതത്തിൻ്റെ നിയമം പറയുന്നു എന്നാണ് CM ഇസ്മായിൽ പറയുന്നത്. ഏതായാലും ഇസ്മായിലിൻ്റെ പ്രതികരണവും വളരെ വളരെ കൃത്യമാണ്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്, പെട്ടെന്ന് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്. PM മുഹമ്മദ് റിയാസ് തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രതിനിധിയെന്ന് MT രമേശ്. CPMന്റെ ലീഡർഷിപ്പ് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് റിയാസിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വം. ഭൂരിപക്ഷത്തെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും മുഖ്യമന്ത്രിയും CPM നേതാക്കളും നടത്തുന്നതിന്റെ പിന്നിൽ മുഹമ്മദ് റിയാസ് ആണെന്നും BJP ജനറൽ സെക്രട്ടറി ആരോപിച്ചു. പിണറായി വിജയൻ അല്ല ഇപ്പോൾ പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുന്നതും ഒരു സമുദായത്തിന്റെ താൽപര്യത്തിന് വേണ്ടിയാണെന്നും MT രമേശ് ആരോപിച്ചു. ന്യൂസ് 18 Q18 റിയാസിനെതിരെ MT രമേശിന്റെ കടുത്ത പരാമർശം. ഈഴവ സമുദായം BJPയിലേക്ക് കൂടുതൽ പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള CPM ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ട്. അത് BJP എങ്ങനെയാണ്? ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ശരി, ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് വഴിവിട്ട ബന്ധവും സഹായവും CPMനുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ CPMനെ അവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പോലും വന്നിരുന്നു. പ്രത്യേകിച്ചും CPMനകത്തെ ചില പുതിയ നേതാക്കന്മാരുടെ ഉദയം, അവർക്ക് പ്രത്യേക പരിരക്ഷ കിട്ടുന്നു, അവർ പാർട്ടി കമ്മിറ്റിയേക്കാൾ മേലെയാകുന്നു, പാർട്ടി സെക്രട്ടറിയേക്കാൾ മേലെയാകുന്നു, എങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളുമൊക്കെ ആ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് നമ്മൾ വെളിയിൽ അറിഞ്ഞിട്ടുള്ളതാണ്. CPM ലീഡർഷിപ്പ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പൊതുവേദി തുടരുകയാണ്. ഫൈസൽ ബാബു പറയുന്നത് ആരോഗ്യം നിലനിർത്താൻ വ്യായാമം നല്ലതാണ് എന്ന് പറയുന്നു. ബാദുഷാമി ഉണ്ണി പറയുന്നത് ഇസ്ലാമിൻ്റെ നിയമം പണ്ഡിതർ പറഞ്ഞതിൽ തെറ്റില്ല എന്നാണ്. ഷാജി ഭാസ്കരൻ നമ്മുടെ ദീപുവിനെ പിന്തുണയ്ക്കുന്നു. ദീപു പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. ഈ ദീപുവിന് നിരവധി ആളുകൾ ആരാധകരായി പൊതുവേദിയിലുണ്ട്. ഒപ്പം തന്നെ അത്ര തന്നെ ശത്രുക്കളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും ദീപുവിനെ കൃത്യമായി അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്, ആശയപരമായി വിയോജിക്കുന്നവരുണ്ട്, അതേപോലെ ദീപുവിന് പിന്താങ്ങുന്നവരുണ്ട്. അപ്പോൾ ദീപുവിന് വലിയ ഫോളോവേഴ്സൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം വിമർശകരുമുണ്ട്. കലാം പറയുന്നത് ബോഡി വേസ്റ്റ് കിടന്ന് എന്ത് പെണ്ണുങ്ങൾ വേറെ എന്ന്, ജാറത്തിൽ ആണും പെണ്ണും ഒരുമിച്ച് പോകും, വ്യായാമത്തിന് എന്ത് പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നു. അത് കലാം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയുന്നു. യെസ്, വ്യക്തമാണ് അവിടെ കാര്യങ്ങൾ. രവീന്ദ്രൻ പറയുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ശ്രീ രവീന്ദ്രൻ കേൾക്കാമോ?
കേൾക്കാം ആ, സാർ. ശ്രീ രവീന്ദ്രൻ. ഞാൻ സാറേ ഞാൻ കുറച്ച് നാൾ വളാഞ്ചേരിക്ക് അടുത്ത് പൂക്കാട്ടിരി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നേ. അവിടെ ഈ മതപ്രഭാഷണം വൈകിട്ട് നിർത്തുമ്പം അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കർട്ടൻ കെട്ടി രണ്ടാക്കി തിരിച്ചിരുന്നു. അതായത് സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെ ആയിട്ടും. അന്ന് എനിക്കത് എന്താണെന്ന് മനസ്സിലായിട്ടൊന്നുമില്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് അത് അത്ര അറിവില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കല്യാണങ്ങൾക്ക് പോകുമ്പോഴും രണ്ടായിട്ട് തിരിച്ചാണ് അവിടെ സദ്യകൾ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ. നമ്മളതെ കുറിച്ച് വിമർശിക്കാനൊന്നും പോയില്ല. നമ്മൾ ഒരു കല്യാണത്തിന് സാധാരണ രീതിയിൽ പങ്കെടുക്കുന്നു, നമ്മൾ ഒരു തൊഴിലിന് പോയതാ. അതുകൊണ്ട് അപ്പൊ അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നമ്മളെ ഈ ക്രിസ്ത്യനിലെ തിരുമേനികളുടെ ഈ ബോഡി അടക്കുമ്പോൾ അവർ ഇരുത്തിയാണ് കൊണ്ടിരുന്നത്. സാർ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഏത് നമ്മുടെ യാക്കോബിന്റെ ഒക്കെ അല്ലെങ്കിൽ തിരുമേനിമാരെടുത്ത് നമ്മുടെ തൃശ്ശൂർ പുത്തൻപള്ളിയിൽ 4 or 5 വലിയ തിരുമേനിമാരെ ഉള്ളിലടക്കിയിട്ടുണ്ട്. അത് കബറടക്കുക എന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ ഗോപൻ സ്വാമിയുടെ കഥ പറഞ്ഞാലും അത് ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പം ഒന്നുകിൽ മതങ്ങളെ അവരുടെ ആചാരങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അതല്ലെങ്കിൽ പൊതുവായ ഒരു നിയമം എല്ലാവർക്കും ഉണ്ടാക്കുക. പക്ഷെ ഇത് എളുപ്പമാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും ക്രോഡീകരിച്ച് ഒന്നിച്ച് കൊണ്ടുവരിക അത്ര എളുപ്പമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് വിമർശനങ്ങളൊക്കെ സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ ഇപ്പോഴത്തെ സാംസ്കാരികക്കാരൊന്നും മിണ്ടില്ല, ഇതിലൊന്നും മിണ്ടില്ല. അവരൊക്കെ എവിടെ പോയി? പല ആളുകളെ ഒരു പിടിയും ഇല്ലല്ലോ ഇപ്പൊ. അല്ലെങ്കിൽ എല്ലാറ്റിനും സാംസ്കാരിക നായകന്മാരും കൂട്ടായ്മകളും ഒപ്പുശേഖരണവും കത്തയക്കലും രാജ്യപ്രഖ്യാപനങ്ങളും പുരസ്കാരം തിരിച്ചു കൊടുക്കലും ഒന്നും ഇല്ല. എല്ലാവരും പോയോ? എനിക്ക് തോന്നുന്നു അതെ, ഒരു പാർശ്വവൽക്കരിച്ച പോലെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ, അവർക്ക് ആവശ്യമുള്ള മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അവർ മിണ്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. സത്യമല്ലേ അത്? അത് ചിലരുടെ കാര്യത്തിൽ മിണ്ടില്ല, ചിലർക്ക് മിണ്ടും. ഇപ്പൊ രാഷ്ട്രീയക്കാരും നമുക്കറിയാലോ, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന പോലും നമുക്കൊക്കെ അറിയാം. രഹസ്യമായിട്ട് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഒക്കെ മതം നോക്കിയിട്ടാണല്ലേ? സത്യമല്ലേ അത്? എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ വെച്ചിരിക്കുന്നത്. അപ്പൊ പുരോഗമനം എന്ന് പറയുന്നത് വെറും ഒരു പുറംപൂച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ സാറേ സത്യം? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഈ ബാദുഷ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവർക്കറിയാം AP ഉസ്താദ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇസ്ലാമിനെ അറിയാത്തവർ പലതും പറയും എന്ന് ബാദുഷ പറയുന്നു. ഒരുപക്ഷെ ബാദുഷ പറയുന്നത് അദ്ദേഹത്തിന് ഇത് അറിയാവുന്നത് കൊണ്ടായിരിക്കാം. ഫസൽ പറയുന്നത് ആരൊക്കെ അടുപ്പ് കൂട്ടി ചർച്ച നടത്തിയാലും AP ഉസ്താദ് പ്രതിദാനം ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ട്. അവർ എന്തെങ്കിലും അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീ ആയാലും പുരുഷനായാലും അത് അനുസരിക്കും എന്നാണ് ഫസൽ പറയുന്നത്. ഏതായാലും അടുത്തൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ബാലചന്ദ്രൻ. അദ്ദേഹം UP യിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ബാലചന്ദ്രൻ, ഇപ്പോൾ ഈ വ്യായാമം ഒരു 2 പേർ ഒരുമിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അത് ഒരുപക്ഷെ ഒരു മതപരമായ ഒരു അംഗീകാരമില്ലാത്തൊരു കാര്യമായിരിക്കാം. പക്ഷേ ഇത് മറ്റ് കൂടുതൽ സങ്കീർണമാക്കുമോ കാര്യങ്ങൾ, അതോ ഇത് വ്യായാമത്തിൽ ഒതുങ്ങി നിൽക്കുമോ ഈ നിയന്ത്രണങ്ങൾ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾക്ക് എന്തെങ്കിലും വകയുണ്ടോ? നമസ്കാരം. നമസ്കാരം. പിന്നെ എനിക്ക് പറയാൻ കുറച്ച് സമയം തരണം. ഈ നമ്മുടെ മത നേതാക്കന്മാർക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാവില്ല. അതിപ്പോ ഈ മുസ്ലിം മതം മാത്രമല്ല, ക്രിസ്ത്യാനവും ഹിന്ദുവോ, ഇവർക്കൊക്കെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഒന്നാമത്തെ നമ്മൾ ഒന്നും ഒരാളെ ഇല്ല. ഇതിപ്പോ ഒരുമിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടോ ഒരുമിച്ച് യോഗ നടത്തിയോണ്ടോ, ഇതിപ്പോ ഓരോ രംഗങ്ങളാണല്ലോ, കായിക കലാരംഗം, വേറെ രംഗം, അവരെല്ലാവരും മനുഷ്യന്മാരല്ലേ? മനുഷ്യന്മാർക്ക് തുല്യമായിട്ട് എന്ത് രംഗത്തും പങ്കെടുക്കാം. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ആൾക്കാരാണോ? ഇവർ ഓരോ നിയമങ്ങൾ പാസ്സാക്കും. അതല്ലെങ്കിൽ മത നേതാക്കന്മാർക്ക് പവർ ഉണ്ടെങ്കിൽ ഏത് മതത്തിലായിക്കോട്ടെ അവർ കൊള്ളരുതായ്മ ചെയ്യണമെങ്കിൽ ആ മതത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ചെങ്കുറ്റം വേണം. അത് ഇവർക്ക് ആർക്കും ഇല്ലേനും. വലിയ കാട്ടുകള്ളന്മാരൊക്കെ വലിയ മതത്തിന്റെ ഭാഗമായി ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് പലപ്പോഴും എല്ലാ മതത്തിലും കാണാം. ഇവര് മലപ്പുറം ജില്ലയിലൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ബാറുകളിൽ 100 ചുരുങ്ങിയത് 80% മുസ്ലിങ്ങളാണ് കള്ളുകുടിക്കുന്നത്. മുസ്ലിങ്ങളിൽ സാധാരണ പൊതുവെ കള്ളുകൂടി കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഒരു അഭിപ്രായം കേട്ടോ. അല്ല, മലപ്പുറം ജില്ലയില് ഞാൻ കണ്ടിടത്തോളം ഒരു 80% മുസ്ലിങ്ങള്, അത് ഇന്ന് തുടങ്ങിയതെന്നല്ല, എന്നോ തുടങ്ങിയിട്ടുള്ള സംഭവത്തിൽ അത് നിലയ്ക്ക് നിർത്താൻ ഇത്ര പവർ ഉണ്ടെങ്കിൽ അപ്പൊ ഇവർക്ക് പവറില്ല, വെറുതെ വാഴ്ചപ്പടച്ച് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഇറച്ചി അതിപ്പോ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വെറുതെ തേപ്പും തെറിയും ആൾക്കാർക്ക് പറയാൻ വേണ്ടി ഓരോ സംഭവങ്ങൾ എടുക്കണമെന്ന് മാത്രം.
അല്ലാതെ തന്നെ നമുക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഒരു നാടിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിന്, മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അവരുടെ ആ സമൂഹത്തിന് നല്ലതെന്ത് പ്രവൃത്തി ചെയ്യണമെന്ന് മാതൃക കാണിച്ചു കൊടുക്കണം. ഇവരാരും മാതൃക കാണിച്ചു കൊടുക്കാൻ തയ്യാറല്ല. പിന്നെ എനിക്ക് നിശ്ചിതമായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ വീഡിയോ ഇവർക്ക് പറ്റാത്ത കേസായിരുന്നു. അതിപ്പോ എല്ലാ മതങ്ങളിലും അങ്ങനെ പലതും ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ പല പല സാഹചര്യങ്ങൾ വെച്ച് ആളുകൾ റോങ് ആയിട്ടുള്ളത് മുസ്ലിമിലായിരുന്നു. അവർക്ക് കല്യാണത്തിനാണെങ്കിലും വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് യൂട്യൂബേഴ്സ് അടക്കമാണ് മുസ്ലിംമാര്. ശരി, യെസ്, വ്യക്തമാണ്. അതെ അതെ, അത് താങ്കളുടെ ആ നിരീക്ഷണം വളരെ ശരിയാണ്. അതേപോലെ നിരവധി പ്രേക്ഷകർ വീണ്ടും നമുക്ക് പ്രതികരണങ്ങൾ അയക്കുന്നുണ്ട്. അത് പ്രിൻസ് എന്നോട് പറയുന്നത്, നിങ്ങൾ എന്ത് തന്നെയായി പറഞ്ഞാലും ഉസ്താദ് പറയേണ്ട പോലെ പറയും, നിങ്ങൾ കുറച്ച് പേർക്ക് അത് രസിക്കില്ലെന്ന് ചൊറിയുന്നോ എന്താണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് ഒരു ചൊറിച്ചലൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതൊരു പൊതു വിഷയമെന്ന നിലയിൽ ആളുകളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി ചർച്ച നമ്മൾ ഒരു പൊതുനിരത്തിൽ അഭിപ്രായം ചോദിച്ചു എന്നേ ഉള്ളൂ. അതൊരു വിവാദം ആകുന്നൊരു സാഹചര്യത്തിൽ അതിലെന്താണ് പൊതു നിലപാടെന്ന് അറിയാൻ വേണ്ടി ഒരു ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഇതിലൊരു നിലപാടുമില്ല എന്നതാണ് ഇതിലെ ഒരു പ്രധാന കാര്യം. ജയകുമാർ പറയുന്ന AKG സെൻറ്ററിൽ നിന്ന് ആണ് ദീപു കമൻ്റ് ഇടിപ്പിക്കുന്നതായിരിക്കും. നല്ലല്ലേ ജയകുമാർ, അങ്ങനെയല്ല. എനിക്ക് ദീപുവിനെ കുറച്ച് ദിവസങ്ങളെ നമുക്ക് അറിയാമല്ലോ. അങ്ങനെ വാടകയ്ക്ക് ആൾ കമൻ്റ് ഇടുന്ന ഒരാളല്ല ദീപു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ ശക്തമായിട്ട് പറയും. ചിലപ്പോൾ അത് എനിക്കും ഇഷ്ടപ്പെടില്ല, ജയകുമാറിനും ഇഷ്ടപ്പെടില്ല, പക്ഷേ അദ്ദേഹം പറയും. പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹത്തെ വ്യക്തിയെ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. ദീപുവിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പുള്ളവരുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് യോജിപ്പില്ല എന്ന് കരുതി നമ്മൾ ആളുകളെ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. AKG സെൻറ്ററിൽ നിന്നൊന്നും ആളുകളെ കൊണ്ട് യെസ്. കുഞ്ഞി പറയുന്നത് AP-യുടെ വാക്ക് ഉൾക്കൊള്ളില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞി സയ്യിദ് അബ്ദുള്ള പറയുന്നത്, ഓരോ മതക്കാരും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്ത് ജീവിക്കുന്നതല്ലേ നല്ലത്. എല്ലാവർക്കും ഒരു നിയമം എന്നത് ഒട്ടും പ്രായോഗികമാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് വ്യായാമം ചെയ്യാം എന്ന് സെമി പറയുന്നു. കുഞ്ഞി പറയുന്നത്, ഞങ്ങൾക്ക് ചെയ്യുന്നത് വ്യായാമം എന്ന് പറയുന്നു. പിന്നെ പ്രിൻസ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ ഉൾക്കൊള്ളണം എന്നില്ല, ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഉണ്ട് അദ്ദേഹത്തിന് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് വേണ്ടി പറഞ്ഞാണ്. AP ഉസ്താദിൻ്റെ വാക്ക് ആരും നിർബന്ധപൂർവ്വം ഉൾക്കൊള്ളേണ്ട എന്നാണ് ഇതിൻ്റെ അർത്ഥം. അറിഞ്ഞവർക്കത് മനസ്സിലാകും എന്ന് ബാദുഷ പറയുന്നു. സിനാൻ പറയുന്നത്, ഒരുമിച്ചിരുന്നതിൻ്റെ പ്രതിഫലം ഇന്ന് സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നതിൻ്റെ പ്രതിഫലം ഇന്ന് സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. സ്കൂളിൽ വരെ 18ഉം 17ഉം വയസ്സായ ചെറിയ കുട്ടികൾ വരെ ഗർഭം ധരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഇതുമായി ബന്ധമല്ല, അത് നമ്മുടെ വളർത്തു ദോഷം എന്നേ പറയാനുള്ളൂ. അതിൽ സ്ത്രീകളുടെ അല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത്, അത് ആൺകുട്ടികളോടാണ് പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ചൊരു ബോധവൽക്കരണം നടത്തുക, അവരെ രക്ഷിതാക്കൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. VK മുഹമ്മദ് പറയുന്നു, ഉസ്താദ് പറയേണ്ടത് പറയും. മൻസൂർ AK പറയുന്നു, സ്ത്രീകൾ വേറെ ഏരിയയിൽ ആണ് വ്യായാമം ചെയ്യുന്നത് എന്ന് പറയുന്നു. ജയകുമാർ സോറി എന്ന് പറയുന്നത് സന്തോഷം. അതാണ് നമ്മളിപ്പോൾ ദീപുവിനോട് രാഷ്ട്രീയപരമായി എനിക്ക് യോജിക്കണമെന്നില്ല, പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനും പറയാൻ അഭിപ്രായമുണ്ട്. ഇസ്മായിൽ പറയുന്നു, വ്യായാമമാണ് ഉദ്ദേശിച്ചതെങ്കിൽ വ്യായാമം മാത്രം മതി. ഒരു മതസംഘയുടെ പ്രചാരമാണ് ഉദ്ദേശിച്ചെങ്കിൽ അത് പറഞ്ഞതിന് ശേഷം ആളുകളെ വിളിക്കുക, വന്നതിന് ശേഷം ഉള്ളിലൂടെ പ്രചരണം എന്നല്ല മാന്യത എന്ന് പറയുന്നു. ഇടകലരാൻ പാടില്ല എന്നാണ് കുഞ്ഞാബ പറയുന്നത്. നമ്മുടെ അടുത്ത ദുബായിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇതെവിടെയാണ്? അബ്ദുറഹ്മാനുമായിട്ട് സംസാരിച്ചിട്ട് എത്രയോ ദിവസങ്ങളായല്ലോ. എന്റെ മനു സാറേ, നിങ്ങൾ പൊതുവേദി ആകെ യൂട്യൂബ് വേദിയാക്കി മാറ്റിയില്ലേ? ഞാൻ ദിവസം വിളിക്കാറുണ്ട്, കിട്ടുന്നില്ല. അയ്യോ, ഹലോ. അയ്യോ, അത് നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടാണ് ഇത് 1 മണിക്കൂർ ആക്കിയത്. അപ്പൊ ഞാൻ ഒരു മണിക്കൂർ ആക്കിയപ്പോ മനു സാറ് 3/4 മണിക്കൂർ യൂട്യൂബ് ആക്കി മാറ്റിയല്ലോ. ഉള്ള സമയം ഞങ്ങളത് പിടിച്ചെടുക്കരുത്. സാറിനോട് ഒരു കാര്യം ഞാൻ പറയാം. നമ്മളെ ദീപു സഖാവ് ഉണ്ടല്ലോ, ഹലോ, ദീപു സഖാവ് ഈ ഗൾഫിൽ ഉണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് ആ പ്രവാസം മതിയാക്കി നാട്ടിൽ വന്നിട്ട് ഈ നുണകൾ പ്രചരിപ്പിക്കുന്ന ചാനലുകളെയും സംഘപരിവാറിന്റെയും കോൺഗ്രസിന്റെയും അവരുടെ അജണ്ടയെ കൃത്യമായി പൊളിച്ചടക്കിയിട്ട് അദ്ദേഹം വീഡിയോ എടുത്തിട്ട് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു സഖാവാണത്. അപ്പൊ ആ സഖാവ് എന്താണെന്ന് അദ്ദേഹത്തിന് AKG സെന്ററിൽ പോയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ AKG സെന്റർ ജയകുമാർ അതിന് ക്ഷമാപണം നടത്തിയിരിക്കുന്നു. അദ്ദേഹം സോറി സാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ 2 തവണ സോറി പറഞ്ഞിരിക്കുന്നു. 2 തവണ ക്ഷമാപണം നടത്തിയ ആളോട് നമുക്ക് ക്ഷമിക്കാം. ഹലോ.
ഹലോ, ഷിജി ഭാസ്കരൻ പരാതിയുമായി വന്നിട്ടുണ്ട്. ജയകുമാർ BJP കാര്യാലയത്തിൽ ഇരുന്ന് കമന്റ് ഇട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. അതല്ല, നമ്മൾ ആ തർക്കത്തിലേക്ക് പോകേണ്ട. വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമ്മുടെ സമയം അവസാനിച്ചു. ശ്രീ അബ്ദുറഹ്മാൻ, ഞാൻ ശ്രീ അബ്ദുറഹ്മാൻ ആയതുകൊണ്ട് ഇത് കണക്ട് ചെയ്യാൻ പറഞ്ഞാണ്. അത് കട്ടായിപ്പോയി. ഇനി നമുക്ക് അബ്ദുറഹ്മാൻ, അമൽ റാഫേലാണ് ചേരുന്നത് അല്ലേ? അമൽ റാഫേൽ, ഹാമിൽ, യെസ്, ഹാമിൽ റാഫേൽ. എന്റെ പൊതുവായ അഭിപ്രായം വ്യായാമം നല്ലത് തന്നെയാണ്. പക്ഷെ ഈ വ്യായാമം ചെയ്യുമ്പോഴത്തേക്ക് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ ഉസ്താദിന്റെ ആ അഭിപ്രായത്തോട് താങ്കളും യോജിക്കുന്നു എന്നൊക്കെ പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാനൊക്കില്ല. മതം ആത്മീയ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ മതം മാറി നിൽക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങളിലും ഒക്കെ മതം മാറി ജനങ്ങളെ ബോധവൽക്കരിക്കുക, വ്യായാമം എടുക്കുക. വ്യായാമം എന്തിനും നല്ലത് തന്നെയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് ഹാഫിൽ. എന്തായാലും പൊതുവേദിയിലേക്ക് തുടർന്ന് വിളിക്കണം. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സമയം സംസാരിക്കാം. റസിക്ക് പറയുന്നു ഉസ്താദ് പറയേണ്ടത് പറഞ്ഞെന്ന് പറയുന്നു. കൃഷ്ണ രാധ പറയുന്നു ചായ കുടിച്ചോ എല്ലാവരും എന്നാണ് പറയുന്നത്. ഞാനൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ശ്രീ കൃഷ്ണ രാധ വേറെ ആക്കിയാൽ മതി എന്ന് പറയുന്നു കുഞ്ഞാവ. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങളുണ്ട്. നമുക്ക് നാളെ ഇതൊക്കെ വായിക്കാം. പൊതുവേദി ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. കാന്തപുരം വിഭാഗത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന ചോദ്യത്തിന് 58% ആളുകൾ ആ വിഭാഗത്തിൻ്റെ അഭിപ്രായത്തോടാണ് തങ്ങൾക്ക് യോജിപ്പെന്ന് പറയും. 42% ആളുകൾ ഇതിൽ മാറ്റം വേണം എന്ന നിലപാടാണ് വയ്ക്കുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു പ്രധാന വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.